പിള്ളേരെ സ്കൂളിൽ വിടുന്നത് വലിയൊരു യുദ്ധം തന്നെയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇറക്കുമ്പോഴേക്കും വലിയ പാടാണ്. ഒരാൾ കുളിക്കുമ്പോഴേക്കും അടുത്താൽ ടീം കണ്ടുകൊണ്ടിരിക്കും. അതെല്ലാം യുദ്ധമെല്ലാം കഴിഞ്ഞ് ഒക്കത്തിന് ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് താഴത്തുനിന്നാണ് ഓട്ടോ വിളിച്ച് പോകുന്നത്. ഇറങ്ങുമ്പോൾ ഒരു 10,000 വട്ടം തിരിഞ്ഞും മറിഞ്ഞു നിന്ന് വർത്താനെല്ലാം പറയും. അതുവരെ പറയാത്ത വിശേഷങ്ങളൊക്കെ ആ സമയത്ത് മക്കൾക്ക് പറയാനുണ്ടാവും കേട്ടോ. ഓട്ടോ വിളിച്ച് താഴെ എത്തിയിട്ടുണ്ട്. അത് ബസ്സിൽ ഓടി അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫിറോസിനും ഇച്ചുനും പിന്നെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരൂല. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതെ പിള്ളേരെ പറഞ്ഞു വിട്ട് എൻ്റെ ബാക്കി പരിപാടിയിലോട്ട് ഞാൻ കടക്കാൻ പോവുകയാണേ. പിന്നെ ഈ ഓടുന്ന ഓട്ടം കണ്ട് നോക്കണ്ട, ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാട്ടോ. ഇങ്ങനെ ഓടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വഴുക്കലുള്ള സ്ഥലമാണ് കേട്ടോ. പതുക്കെയാണ് പിള്ളേർ ഇറങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ ഈ കാക്കമാരെ യാത്ര അയക്കാൻ വേണ്ടി ഒരാളെ കയറിയിരിപ്പുണ്ടേ. ഇവളെ കയറ്റി അവിടെ ഒന്ന് ഇരുത്തിയിട്ട് വേണം ബാക്കി കലാപരിപാടിയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇഡലി ഉമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. രാവിലെ എനിക്ക് നമ്മൾ കാപ്പിക്കുള്ളത് നോക്കിയപ്പോൾ ഞാൻ ചോറും കറിക്കുള്ളതൊക്കെ വേഗം നോക്കിയിട്ടുണ്ടായിട്ട്. സാമ്പാറിലുണ്ട് പിന്നെ ഉച്ചക്കത്തേനൊക്കെ തോപ്പിക്കാമെന്ന് വെച്ച്. അപ്പം എനിക്കെന്തെങ്കിലും കഴിച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ പാത്തുമാനെ ഞാൻ വേഗം കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്കൊക്കെ ഞാൻ നിൽക്കുന്നത്. ഇല്ല എനിക്ക് പാത്രം തൊടാൻ പോലും പറ്റത്തില്ല, അമ്മാതിരി അലമ്പായിരിക്കണ്ട. പിന്നെ പൗഡറൊന്നും മായ്ച്ച് കളിയാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തൊട്ട് കഴിഞ്ഞ് എണീറ്റാലും നിർത്താതെ അത് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണിക്ക് നടക്കുകയാണേ. അപ്പോൾ വല്ല വെയിൽ കളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ നമ്മളിഷ്ടത്തിന് ഇപ്പോൾ നിൽക്കാറില്ലല്ലോ, ഓടി വരും, ഒറ്റ പോക്ക് പോകും. അപ്പോൾ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ ഉച്ചക്കായപ്പോഴേക്കും ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കള വെച്ച് ബാക്കി എല്ലായിടത്തും പണി ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അടുക്കളയത്തെ സാവധാനം ചെയ്യണുണ്ടായിരുന്നുള്ളേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ചോറ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ പണിയൊന്നും അടുക്കളയത്തെ തീർത്താലും തീരത്തില്ലാത്ത പണിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇക്കാക്ക് ചോറ് എടുത്ത് കൊടുക്കുന്നത്. ഇക്ക വന്നത് ചോറുണ്ട് കേട്ടോ. അച്ചാർ ഞങ്ങളിവിടെ ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടോ. ഉപ്പൊക്കെ ലൂസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പുളിയാട്ടോ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പിന്നെയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ തോന്നുന്നു. ഞങ്ങളിങ്ങനെ കടയിൽ നിന്ന് മേടിക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇക്കാക്കുള്ള ചോറെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി അടുക്കളയും കൂടെ വേഗം അടിച്ചു വരിക്കിട്ടുകഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മതേ ലേഹ്യം മലപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കൊടുക്കുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഇന്നത്തെ കലാപരിപാടി തീർക്കാം കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം. ബൈ ടാറ്റാ.